ഹായ് ഹലോ. അപ്പം നമ്മൾ വന്നേക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കട്ടപ്പന ഫെസ്റ്റ് കാണാനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടല്ലായിരുന്നു നമ്മളിങ്ങനെ കയറിയത്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പൂക്കളൊക്കെ കണ്ടപ്പോൾ തന്നെ ചെറിയൊരു വീഡിയോ ആയിട്ട് എടുക്കാം, ആമീനെയും കൊണ്ടൊരു വീഡിയോസൊക്കെ ചെയ്യിപ്പിച്ചേക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ആളിങ്ങനെ അതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നടക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ച് ഒരു ബട്ടർഫ്ലൈനെയൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു പിക്ക് എടുക്കാം എന്നുള്ളൊരു ആലോചനയിലാണ് നമ്മളവിടെ നിന്നത്. പക്ഷേ ആളുടെ വ്ലോഗ് എടുക്കൽ കാരണം നമുക്കൊരു പിക്ക് പോലും എടുക്കാൻ പറ്റില്ല. കാരണം അതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ. പക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ മൈക്കില്ലാത്തത് കൊണ്ട് നമുക്ക് ആളുടെ സൗണ്ട് അതായത് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റണില്ല. അതായത് വീഡിയോസ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റണുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഇതിലേക്ക് ആഡ് ചെയ്യാത്തത്. അപ്പം ഒരുപാട് പൂക്കളുണ്ട്, പല കളറിലുള്ളത്, പലതരത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ട്. അപ്പം ആൾക്കറിയാവുന്ന രീതിയിൽ ആൾ അതിനെപ്പറ്റി പല രീതിയിൽ വർണ്ണിച്ചും അതുപോലെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും എന്നൊക്കെയുള്ള ആളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ആ കാണുന്നത്. അപ്പം ഇതൊക്കെ കാണുമ്പോഴാണ് ആളിങ്ങനെയൊക്കെ സംസാരിക്കുമെന്നും ഇതിനെപ്പറ്റിയൊക്കെ ഇത്രയും കൂടുതൽ അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ മനസ്സിലായത് കേട്ടോ. പിന്നെ ഇപ്പം നമ്മളവിടെ അതായത് ആ ഒരു ഊഞ്ഞാലിൽ കയറി ഒരു ഫോട്ടോസ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അവിടെ ഓൾറെഡി ഒരു ഫാമിലി വന്നിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ വെയിറ്റ് ചെയ്തിരിക്കണ നേരത്തും ആളിങ്ങനെ ഓരോന്നൊക്കെ കണ്ടിങ്ങനെ സംസാരിക്കുകയാണ്. ഇപ്പം ഒരുപാട് വ്ലോഗ്സ് കാര്യങ്ങളൊക്കെ ആൾ കാണുന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഓരോന്നിനെ പറ്റി ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്നുള്ള ആൾക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് ആൾ അതിനെപ്പറ്റിയെല്ലാം ഓരോ പൂക്കളെ പിടിച്ചും ഓരോന്നായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. എന്നിട്ടും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് കുറേ നേരം ഇവിടെയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവസാനം നമുക്ക് ആ ഒരു ഊഞ്ഞാൽ കിട്ടി. കുറച്ച് നേരം നമ്മളതിലിരുന്ന് ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വെയിറ്റ് ചെയ്തിരുന്ന്. അപ്പോഴത്തേക്കും അടുത്ത ഫാമിലികളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ അതിൽ തന്നെ ഇരുന്നാൽ പോരല്ലോ, ബാക്കിയുള്ളതുകൂടെ കാണണമല്ലോ. അപ്പം ബാക്കിയുള്ള പൂക്കളും കാര്യങ്ങളും എല്ലാം കണ്ട് ഞങ്ങൾ പെട്ടെന്ന് അടുത്തൊരു സെക്ഷനിലേക്ക് പതിയെ പോവുകയാണ്. പിന്നെ അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമി ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടു കൂടി കാണാനായിട്ടിരുന്ന ഒരാളാണ്, മത്സ്യകന്യക. അപ്പം നമ്മൾ വീഡിയോസിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഷോർട്ട്സൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ട് എനിക്ക് മത്സ്യകന്യക കാണണം, അതാണ് ആൾ മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഏതായാലും നമ്മുടെ അടുത്ത് വന്നു, പിന്നെ നമുക്ക് പോയി കണ്ടേക്കാമെന്നും പറഞ്ഞു പോയി മത്സ്യകന്യകേനെയൊക്കെ പോയി കണ്ട. ആളത് കുറേ നേരം കണ്ട് എൻജോയ് ചെയ്തു കേട്ടോ. മത്സ്യകന്യയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ വെള്ളത്തിൽ കിടന്ന് ഒരുപാട് ആമിയുടെ അടുത്ത് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് മൊത്തം ഇങ്ങനെ വീഡിയോസിൽ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ നമ്മളിത് ആദ്യം കാണുന്നതായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ നേരം നമ്മളവിടെ അത് കണ്ടുകൊണ്ട് നിന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം വെള്ളത്തിൽ ഇങ്ങനെ ശ്വാസം പിടിച്ച് വെച്ച് കുറേ നേരം ഇങ്ങനെ വെള്ളത്തിൽ തന്നെ കിടക്കുമല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോയി. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് അതും അതിലേറെ ഭംഗിയാണ്. കാരണം ഒരുപാട് ബേർഡ്സും നല്ല രസമുണ്ട്. കാരണം പല കളറിലുള്ളതും പല എന്താ പറയുക പറക്കുന്നതും ഇരിക്കുന്നതും അങ്ങനെ പല രീതിയിൽ നമുക്കവിടെ പക്ഷികളെ കാണാനായിട്ട് പറ്റി കേട്ടോ. പിന്നെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുൾ പറന്ന് നമ്മുടെ തലയുടെ മേളിൽ കൂടെ അതുപോലെ ദേഹത്തൊക്കെ മുട്ടണ പോലെ നമ്മുടെ തൊട്ടടുത്തോടെയാണ് ഈ പക്ഷികളിങ്ങനെ പറക്കണത്. കാരണം ഇപ്പം നമ്മൾ പല വീടുകളിൽ കൂടെയൊക്കെ ഇപ്പം ഇതുപോലത്തെ പക്ഷികളൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ പോലും അതിങ്ങനെ കൂട്ടിലൊക്കെ കിടക്കണം. ഇതിങ്ങനെ തുറന്ന് വിട്ടേക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ദേഹത്തോടെയൊക്കെ വന്നു നമ്മൾ അടുത്തൊക്കെ ചെന്നാലും പേടിയില്ലാതെയൊക്കെ അടുത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കാണുന്നതൊക്കെ ഒരു ഫസ്റ്റ് അനുഭവമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ആൾ വന്ന് ആളുടെ കയ്യിൽ ഒരു വടിയുണ്ട്, ആ വടി വെച്ച് ഇങ്ങനെ തട്ടുമ്പോൾ എല്ലാം പെട്ടെന്ന് ഫുൾ പറന്നങ്ങ് പോവേ. പിന്നെ കണ്ടൊരു ഇതെന്ന് പറയുന്നത് ഈ ഒരു ജീവിയാണ് കേട്ടോ. പക്ഷേ ഇതിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിരുന്നു. ചെറിയതായി അതായത് മങ്കിനെ പോലെയൊക്കെ ഇരിക്കും. അതിങ്ങനെ കാണിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അതുപോലെ ക്യൂട്ടാണിത് കാണിക്കുന്നതൊക്കെ കാണാനായിട്ട്. അടുത്തത് ഈ പറഞ്ഞതുപോലെ പേടിയുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും ഒരുപാട് ആഗ്രഹിച്ച് ചെയ്തൊരു ഇതാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പം നമ്മളിപ്പം എന്താണ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. നമുക്ക് നേരിട്ട് ഇതുപോലെ ഇതിനെയൊക്കെ എടുക്കാമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുള്ളതല്ല.
അപ്പോൾ ഇങ്ങനെ വന്നു. ആദ്യം പേടിച്ച് മാറി നിന്നെങ്കിൽ പോലും നമ്മളെന്താ പറയുക, ഇനി ഇതിപ്പം ഉടനെ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ടൊരു സന്ദർഭമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം നമ്മുടെ അടുത്ത് വരുന്ന സമയത്തിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തതാണ്. അപ്പം അതിങ്ങനെ എൻ്റെ ഡ്രസ്സിലൊക്കെ എന്തേലും അതിൻ്റെ വായിലിങ്ങനെ ഇട്ട് ചവച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് പകരം അവരൊരു കടലാസ് അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് താഴെ പോയപ്പം അത് പതിയെ എൻ്റെ ഉടുപ്പ് കടിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ചെറിയ പേടിയാണ്, കാരണം നമ്മളെ കടിക്കുമോ എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു തന്നു, ഇല്ല അങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഇങ്ങനെ ജസ്റ്റ് ആ ബട്ടൺസ് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു സാവകാശം ഇങ്ങനെ തലയിൽ തടവി കൊടുത്താൽ മതി, അതവിടെ മര്യാദയ്ക്ക് ഇരുന്നോളും എന്നിങ്ങനെ പറഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, ഇതിനെ എനിക്ക് കണ്ട ഞാൻ വീട്ടിൻ്റെ പരിസരത്ത് എവിടെയെല്ലാം കണ്ട അതിൻ്റെ 7 അയൽവക്കത്ത് നിൽക്കില്ലാത്തതാണ് ഞാൻ. എനിക്കതുപോലെ പേടിയുള്ളൊരു സാധനമാണ്. പക്ഷേ എങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് നോക്കി. കാരണം ഒരുപാട് പേരിങ്ങനെ കഴുത്തിലൊക്കെ ഇട്ടിരിക്കണു, കടിക്കുമോ എന്നൊരു 100 വട്ടം ഞാൻ ആളോട് ചോദിച്ചതിന് ശേഷമാണ് ഇതുള്ള ധൈര്യമെല്ലാം സംഭരിച്ച് ഞാനിതിനെ കഴുത്തിലേക്ക് എടുത്തിട്ടത്. ഞാൻ പിന്നെ അതിനെ നോക്കുകയോ ചെയ്തില്ല. പിന്നെ കഴുത്തിൽ കിടപ്പുണ്ടെന്നുള്ളൊരു തോന്നാത്തത് കൊണ്ട് ഞാൻ പതിയെ താഴേക്കൊന്ന് നോക്കി. അപ്പോൾ അതെൻ്റെ മുഖത്തിന് നേരെ വരും, ഇനിയിപ്പോൾ കടിക്കാൻ വരുന്നതാണോ എന്നുള്ള രീതിയിലൊക്കെ പേടിയായിപ്പോയി. പിന്നെ ധൈര്യം സംഭരിച്ചങ്ങ് കഴുത്തിലേക്ക് അങ്ങ് ഇട്ടു. പിന്നെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. പെട്ടെന്ന് തന്നെ അവർക്ക് തിരിച്ചു കൊടുത്തു കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആമിക്കുട്ടിയുടെ വകയാണ്. അതായത് അവളുടെ തലയിൽ ആളുടെ വലിപ്പത്തിനനുസരിച്ചുള്ള ചെറിയൊരു കിളീനെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ കിളീനെയൊക്കെ കയ്യിൽ പിടിച്ചും തലയിലും ഒക്കെ വെച്ചും. കാരണം ആൾക്ക് നല്ല പേടിയുണ്ട്, അതാണ് ആ മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ കാണുന്നത്. എങ്കിലും ആൾ വെച്ചു കേട്ടോ. കാരണം വലിയ തത്തേനെ പിടിക്കാനും പാമ്പിനെയൊക്കെ നല്ല പേടിയുള്ള ആളാണ്. പക്ഷെ എങ്കിലും ആളുടെ വലിപ്പത്തിനനുസരിച്ചും മുഴുപ്പിനനുസരിച്ചൊക്കെ ഉള്ള കിളീനെ കിട്ടി ആളത് കയ്യിൽ പിടിച്ച് എൻജോയ് ചെയ്തു. ഇങ്ങനെ കിളികളെയൊക്കെ കാണുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പല കളറിലുള്ളത് നല്ല രസമല്ല. ഇങ്ങനെ ഒരുപാട് കിളികളൊക്കെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുറസായ സ്ഥലങ്ങളിൽ ഇങ്ങനെ കിളികളൊക്കെ ഇരിക്കുന്നത് നമ്മൾ അധികം കണ്ടിട്ടില്ല. അപ്പം ആമയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് കുറേ നേരം അതിനകത്തോടെ എൻജോയ് ചെയ്ത് നടപ്പുണ്ടായിരുന്നു. കിളികളുടെ അടുത്തോടെ പോകുന്നു, പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് ആൾ. പക്ഷേ ആൾക്ക് പേടിയല്ല. നമ്മൾക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിനെ പിടിക്കരുതെന്നൊക്കെ. അപ്പം നമ്മളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആൾക്ക് പിടിക്കാനും പേടിയായിരുന്നു. പക്ഷേ എങ്കിലും അതിൻ്റെയൊക്കെ അടുത്തോടെ എല്ലാം പോയി ഓടി നടക്കുകയും കണ്ടോ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് തോണ്ടി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആളെന്താണേലും നല്ല രീതിയിൽ നല്ല ഹാപ്പി ആയിട്ടാണ് അതിനകത്തോടെ എൻജോയ് ചെയ്ത് കാണുമ്പോഴേ നമുക്കറിയായിരുന്നു. പിന്നെ ഞാനും ആമിയും ഇങ്ങനെ കുറേ നേരം അതിനകത്തോടെ നടന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ഫുൾ വീഡിയോസായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിനകത്തോടെ നടന്ന് ഇതെല്ലാം കൂടെ കാണുമ്പം ചില സമയങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ അങ്ങ് മറന്നു പോകും. അത് കഴിഞ്ഞ് ഓർക്കുമ്പോഴാണ് വീണ്ടും നമ്മൾ എടുക്കുന്നത്. പിന്നെ കുറേ സമയം ഫോട്ടോസൊക്കെ എടുക്കുന്നതിൽ അങ്ങനെ കുറേ നേരം വീഡിയോസൊക്കെ എടുക്കാതെ വന്നുവെങ്കിലും നമ്മൾ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളതൊക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ പോലെ വീഡിയോസ് കുറച്ചൊക്കെ എടുക്കാൻ നമ്മൾ വിട്ടുപോയി. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ അങ്ങനെ അധികം അതിലെവിടെയൊന്നും കയറിയില്ല. പിന്നെ ഇങ്ങനെ വന്നപ്പോൾ ആമയ്ക്ക് കുറേ കമ്മലും തലയിൽ കെട്ടുന്ന ബുഷ്, സ്ലൈഡ്, പിന്നെ അതുപോലെ തന്നെ മാല, വള, കമ്മൽ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് ആമയ്ക്ക് തന്നെ കുറേ ഐറ്റംസ് മേടിക്കാമെന്ന് ഓർത്ത് നമ്മൾ അവിടെ ഇങ്ങനെ കയറി. അപ്പം ഇങ്ങനെ നമ്മൾ അതിൻ്റേതും കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി കമ്മൽസൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പല ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ, അതായത് സ്റ്റഡുകളും വലിയ കമ്മലും അങ്ങനെ ഒരുപാട് വെറൈറ്റി കമ്മൽസ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, കാണാൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, നമ്മുടെ പഴയ കാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് എന്താ പറയുക ചോക്ലേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും, അതായത് ഒരുപാട് വർഷങ്ങൾ പുറകിലേക്ക് പോയൊരു എന്താ പറയുക മിഠായിസൊക്കെ കാണാൻ. കാരണം നമ്മൾ 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പം കഴിച്ചുകൊണ്ട് വന്നിരുന്ന മിഠായികൾ ഒരുപാട് പഴയ കാലങ്ങളെ ഓർമ്മപ്പെടുത്താനും കുറച്ച് കാലത്തേക്ക് പുറകോട്ട് സഞ്ചരിക്കാൻ തന്നെ കഴിഞ്ഞു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ഒരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെ നമുക്ക് കിട്ടി. ഇപ്പം ഒന്നെന്ന് തന്നെയല്ല, നമുക്ക് അവിടെ കണ്ടതെല്ലാം തന്നെ പഴയ കാലത്ത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ വേണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ പേരൻസ് നമുക്ക് മേടിച്ച് തന്ന മിഠായിസ് തന്നെയാണെല്ലാം. അതിനെപ്പറ്റി കൂടുതൽ ആമിയോട് പറഞ്ഞു കൊടുക്കുകയും അമ്മ പണ്ട് കഴിച്ചിരുന്ന മിഠായികളാണ് ഇത്, അവിടെ കണ്ട ഒരു മിഠായികളിൽ ഒന്നുപോലും നമ്മൾ കഴിക്കാത്തതായിട്ടുള്ളൊരു മിഠായി പോലും സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല.
ഇതെന്നും പിന്നെ അത് കഴിച്ചുകൊണ്ട് നടക്കുമ്പോഴുള്ള കുറച്ച് കഥകളൊക്കെ എനിക്ക് അവളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റി. അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ്സ് എന്നൊക്കെ പറയണത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോസുമായി വരുന്നവിടം വരെ ടാറ്റാ ബൈ ബൈ.